بسم الله الرحمن الرحيم والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ഏറെ സ്നേഹമാണ് സത്യവിശ്വാസം. അല്ലാഹു പോലെ അവന്റെ സ്വർഗ്ഗലോകം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിന്റെ ആദ്യത്തെ പത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണ് നാം ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളുടെ പവിത്രത എന്തൊക്കെ നൽകുന്നുവോ അതെല്ലാം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന ഞായറാഴ്ച, അതായത് മറ്റന്നയും തിങ്കളാഴ്ചയുമാണ് മുഹറം 9 നമുക്കുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സുന്നത്താക്കപ്പെട്ട നോമ്പുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് മുഹറം 10ന്റെ നോമ്പ്. ഈ മുഹറം 10ഉം മുഹറം മാസവും ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നതോടുകൂടെ തന്നെ വളരെ പ്രധാനമായും 2 സന്ദേശങ്ങൾ ഈ മുഹറം 10ഉം മുഹറം മാസവും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ 2 സന്ദേശങ്ങൾ മാത്രം ആസ്പദമാക്കിയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിക്കുന്നത്. നാഥൻ അനുഗ്രഹിക്കട്ടെ. പ്രധാനമായും മുഹറം 10 ഒരുപാട് പവിത്രതകൾ, ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്ന ഒരു ദിവസമാണ്. എന്നാൽ അതിൽ അതിപ്രധാനമായ ഒരു സംഭവമാണ് കർബല യുദ്ധം നടക്കുന്നത്. മദീനയിൽ ഉണ്ടായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇറാനിലേക്ക് വിളിച്ചു വരുത്തുകയും യസീദ് എന്ന ഇസ്ലാമിന്റെ അക്രമിയായ ഭരണാധികാരി അവിടെ വെച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെടുകയും കർബല യുദ്ധം നടക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ മുഹറം 10ന്റെ ദിവസത്തിലാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അക്രമങ്ങൾ ഇസ്ലാമിനെതിരെ നടന്നതും ഈ മുഹറം മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മാസത്തിൽ പഠിപ്പിക്കുന്ന ദുആ റബ്ബനാ ലനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ദുആ അതിനോടുകൂടെ ചേർത്ത് വയ്ക്കേണ്ട ഏറ്റവും വലിയൊരു സന്ദേശം. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച സുഗന്ധം പൂശി സുഹൃതമായ പള്ളിയിലേക്ക് സുഹൃതത്തോടുകൂടെ വന്നവരാണ് ഞങ്ങൾ. കഴിഞ്ഞു പോകുമ്പോ ഒരു സുഹൃതം നിറഞ്ഞ മനസ്സായി പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് വെള്ളിയാഴ്ചകൾ കടന്നുപോയി. ആയുസ്സിലേക്ക് മറ്റൊരു വർഷം, ഹിജ്റ വർഷവും മറ്റൊരു വർഷവും നമ്മളിലേക്ക് കടന്നു വന്നു. ഇവിടെ നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം എന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത്തഖി ദഅവതൽ മദ്ലൂം. മുഹറം 10ന്റെ പവിത്രതകളെ, മുഹറം 10ന്റെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച ജുമുഅ നമ്മൾ ഇങ്ങനെ കൂടാൻ വേണ്ടി അല്ലാഹുവിന്റെ പ്രീതിയും അനുഗ്രഹവും കാംക്ഷിച്ച് നമ്മൾ അവിടെ എത്തി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പഠിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തഖി ദഅവതൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈന അല്ലാഹി ഹിജാബ്. ഒരു വല്ലാത്ത വചനമാണ്. നമ്മളൊക്കെ പലപ്പോഴും ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ കൊടി ഇങ്ങനെ കുത്തി നിൽക്കുമ്പോ തകബ്ബുറും ഹസദും ഒക്കെ ഇങ്ങനെ പേറി നടക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഹദീസ് മുഹമ്മദുൽ മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഇത്തഖി ദഅവതൽ മദ്ലൂം. നിങ്ങൾ ഒരു കൂട്ടരുടെ ദുആഇനെ നിങ്ങൾ സൂക്ഷിക്കണം. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് ഇക്കൂട്ടർ ദുആ ചെയ്താൽ ആ ദുആഇന് ഇജാബത്തുണ്ട് എന്ന്, മറ്റൊരു കൂട്ടരുടെ ദുആഇന്റെ ആ സമയത്ത് ദുആ ചെയ്താൽ ദുആഇന് പ്രതിഫലമുണ്ട് എന്ന്.
അങ്ങനെ ദുആഇന്റെ പ്രതിഫല സമയവും ദുആഇന് ഇജാബത്ത് കിട്ടുന്ന ആളുകളെയും പരാമർശിക്കുന്ന അതേ ദുആഇനെ കുറിച്ച് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇത്തഖീ ദഅവത്തുൽ മദ്ലൂം, ഇത്തഖീ ദഅവത്തുൽ മദ്ലൂം. നിങ്ങൾ ഒരു കൂട്ടരുടെ ദുആഇനെ ശ്രദ്ധിക്കണേ, ഒരു കൂട്ടരുടെ ദുആഇനെ ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിയണം. ആരാണ് കൂട്ടർ? അൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്ന ആളുകൾ, അക്രമം ലഭിക്കുന്ന ആളുകൾ, നിസ്സഹായനായി നിൽക്കുന്ന ആളുകൾ. അത് ഏത് തരത്തിലാവട്ടെ, ഏത് തലത്തിലാണെങ്കിലും നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ദുആഇനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ മുഹമ്മദുൽ മുസ്തഫ. ആരാണ് ഈ നിസ്സഹായൻ? നമ്മൾ പരിഹസിക്കുന്നവൻ, നമ്മൾ പരിഹസിക്കുന്നവൻ, ആ പരിഹസിക്കുന്നവൻ അക്രമിയാണ്. ആ അക്രമിയുടെ ദുആഇനെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ കുറ്റപ്പെടുത്തുന്നവൻ, നിങ്ങൾ തല്ലിയോടിക്കുന്നവൻ, നിങ്ങൾക്ക് ഒരുപാട് പകപോക്കലുകൾ നടത്താറുണ്ടെങ്കിൽ അതൊക്കെ നടത്തപ്പെടുന്നവൻ, ആ മനുഷ്യന്റെ ദുആഇനെ നിങ്ങൾ സൂക്ഷിക്കണേ. അത് പ്രത്യേകിച്ച് ഈ മുഹറം മാസത്തിൽ വലിയ സന്ദേശമാണ്. കാരണം ഫിർഔൻ എന്ന നിഗൂഢമായ ആ മനുഷ്യൻ നിഗൂഢമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആക്രമിച്ച മാസം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തിക്കുണ്ടാരത്തിലേക്ക് ഇട്ടത്, അങ്ങനെ തുടങ്ങി ഒരുപാട് ശത്രുക്കൾ ഇസ്ലാമിനെ വകവരുത്താൻ ആക്രമിക്കാൻ ശ്രമിച്ച മാസമാണ് സത്യത്തിൽ മുഹറം മാസം എന്നത്. അതുകൊണ്ട് ഇവിടെ നൽകുന്ന ഒരു സന്ദേശമാണ് എന്താണ് ആക്രമിക്കപ്പെടുന്നവന്റെ ദുആഇനെ സൂക്ഷിക്കണേ എന്ന് മുത്ത് മുഹമ്മദുൽ മുസ്തഫ തങ്ങളെ പഠിപ്പിക്കാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം വബാരിക അലൈഹി ശേഷം പറയുന്നുണ്ട്, ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹ്. അല്ലാഹു വജലാൽ നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ ദുർബലരാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്ക് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ ദുർബലരായിട്ട് സൃഷ്ടിച്ചവനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 12, 18, 19, 20 വയസ്സിലുണ്ടായിരുന്ന കറുത്ത താടി രോമം പോലെയല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ താടിയിലെ തലയുടെ രോമത്തിന്റെ നിറം മാറിയതിന് പോലും അത് നിങ്ങളുടെ മരണത്തിന്റെ അടയാളമാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദുൽ മുസ്തഫ. അടയാളം പഠിപ്പിച്ചു, അടയാളമാണെന്ന് അറിഞ്ഞു. പക്ഷേ അടയാളത്തോട് നമ്മൾ പുലർത്തുന്ന രീതിയാണ് പലപ്പോഴും ശരിയല്ലാത്തത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരോട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗം, ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹ്, ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹ് ഹിജാബ്. എന്തൊരു വർദ്ധനയാണ്! അങ്ങനെ ഒരു മദ്ലൂം, എന്നെ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ, എന്നെ ഒരാൾ പരിഹസിക്കപ്പെട്ടാൽ, എന്നെ ഒരാൾ വിമർശിക്കപ്പെട്ടാൽ, എന്നെ ഒരാൾ അങ്ങാടിയിൽ വെച്ച് പരിഹാസബോധത്തോടുകൂടെ എന്റെ അഭിമാനത്തിന് ഞാൻ അറിയാതെയോ അറിഞ്ഞിട്ടോ ഒരാൾ ചൂഷണം ചെയ്താൽ, എന്റെ അഭിമാനത്തെ ഒരാൾ കളഞ്ഞാൽ, അതിന് ഏത് രൂപത്തിലാവട്ടെ, ഞാനെന്നല്ല ആരുടെയാണെങ്കിലും ആ മനുഷ്യന്റെ ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹ്, ആ അക്രമിയുടെയും വബൈനല്ലാഹ്, അല്ലാഹുവിന്റെയും. ആരാണോ പരിഹാസ്യനായത് ആ മനുഷ്യന്റെയും അതുപോലെ തന്നെ അല്ലാഹുവിന്റെയും ഇടയിൽ ഹിജാബ്, ഒരു മറയില്ല. ഫഇന്നഹു ലൈസ ഹിജാബ്, അവർക്കിടയിൽ ഒരു മറയും ഉണ്ടാവുകയില്ല. കാരണം അവരുടെ ദുആ അല്ലാഹു കബൂലാക്കുന്നതാണ് എന്നതാണ് ആ പറയപ്പെട്ടത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദേശമാണ്. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ മറ്റുള്ള രീതികളിലുള്ള സംഭാഷണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല. ഒരു സഹാബി പറഞ്ഞു വെക്കുന്നു, ഒരു അൻസാരിയായ സഹാബി പറയാൻ, എനിക്ക് സ്വർഗ്ഗം അല്ലാഹു നൽകുമെന്ന് പറയാൻ, എനിക്ക് സ്വർഗ്ഗം കിട്ടുമെന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള ഒരു കാരണമാണ്. കാരണം ഞാൻ രാവിലെ എണീക്കുമ്പോഴും വൈകുന്നേരം കടക്കുമ്പോഴും ഒരാളോടും വൈദ്യമോ വൈദ്യേശമോ വൈകാര്യമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു രീതിയിലുമുള്ള ദേഷ്യമോ എനിക്ക് ഒരാളോട് ഉണ്ടാവരില്ല. അതുകൊണ്ടാണത്രേ ഞാൻ സ്വർഗത്തിലെത്താൻ അല്ലെങ്കിൽ എനിക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഹബീബ് പഠിപ്പിക്കാൻ കാരണമെന്ന്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു വർഷത്തിലേക്ക് ഹിജ്റ മുഹറം മാസത്തിലേക്ക് നമ്മൾ കടന്ന ഒരു ആയുസ് കൂടെ നമുക്ക് തിരിച്ചെന്നിരിക്കണം. അതുകൊണ്ട് നമ്മുടെ കൽബിയായ ഒരു മാറ്റം അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ
നിങ്ങൾക്ക് ജുമാ നിസ്കരിക്കാൻ കൈകെട്ടാൻ കൈകൊണ്ട് കഴിയും, റുക്കൂ ചെയ്യാൻ ഒരളഞ്ഞാൽ മതി, കൈ നിലത്തേക്ക് വെച്ച് ഈ സുജൂദ് ചെയ്യാൻ നെറ്റിത്തടവും മൂക്കും അവിടെ വെച്ചാൽ, അല്ലെങ്കിൽ നെറ്റിത്തടം വെച്ച് കഴിഞ്ഞാൽ സുജൂദായി. അവയവങ്ങൾ കൊണ്ട് നിസ്കരിക്കാനല്ല ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ അവയവങ്ങൾ കൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ. കൽബോണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? കൽബോണ്ട് ദിക്ർ ചെയ്യാൻ പറ്റുമോ? കൽബോണ്ട് ഖുർആൻ ഓതാൻ പറ്റുമോ? കൽബ് കൊണ്ട് പള്ളിയിലേക്ക് വരാൻ പറ്റുമോ? ഖൽബിയായ ഹുബൂരിയത്ത് കൊണ്ട് ഒരു മനുഷ്യന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ ലോകത്ത് പരലോകത്തേക്ക് ഇതൊക്കെ ഗുണപ്രദമാകുന്നത്. അപ്പോഴാണ്. അല്ലെങ്കിൽ ഇത് വെറും നാട്ടിലെ ചില ആളുകളെ, അല്ലെങ്കിൽ നാട്ടിലെ ചില കടമകളെ, നടന്നു വരുന്ന പാരമ്പര്യങ്ങൾക്ക് നമ്മൾ ഒരു താങ്ങായി എന്നതിനപ്പുറം ഇതുകൊണ്ട് വലിയ പ്രതിഫലമൊന്നുമില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രണ്ടാമത്തത് മറ്റുള്ളവർക്ക് നിഅമത്ത് ചെയ്തു കൊടുക്കലാണ്. ഈ മാസത്തിന്റെ ദിവസത്തിന്റെ പ്രത്യേകതയിൽ മറ്റൊന്ന്, മറ്റുള്ളവർക്ക് നമ്മൾ നിഅമത്ത് ചെയ്തു കൊടുക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ വസ്സഅല അയ്യാലിഹി യൗമ ആശൂറ വസ്സഅല്ലാഹു അലൈഹി ഫീ സാഇരി സന. ഒരാൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട ആശൂറാന്റെ ദിവസം ഒരാളുടെ ഭക്ഷണത്തിൽ വിശാലത ചെയ്തു. അങ്ങനെ ഭക്ഷണത്തിൽ വിശാലത ചെയ്തു എന്ന് പറഞ്ഞാൽ, തആമിൽ വിശാലത ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ വിശാലത ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നോമ്പർപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വിളിച്ചൊരു സൽക്കാരം നടത്തുക, അങ്ങനെയൊന്നുമല്ലാതെ ഒരു മനുഷ്യന്റെ വിഷമത്തിനെ മുഹറം മാസത്തിൽ ഒന്ന് ചേർത്തിരുത്തി കേട്ട് പ്രതിവിധി നടത്തി കൊടുക്കാൻ കഴിഞ്ഞോ? അതും ഒരാൾക്ക് വിശാലത ചെയ്യലാണ്. ഒരു മനുഷ്യന്റെ കണ്ണുനീര് തുടക്കാൻ കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ വിഷമത്തിനെ കേട്ടാൽ, ഒരു മനുഷ്യന്റെ വിഷമം ഒരാൾ ഇരുന്ന് കേട്ടാൽ അയാൾക്ക് സമാധാനം ലഭിക്കുമെങ്കിൽ അതും ഒരാൾക്ക് വിശാലത ചെയ്തു കൊടുക്കലാണ്. ഒരു മനുഷ്യന്റെ വിഷമത്തിനെ പേറുന്നതിനപ്പുറം ഒരു മനുഷ്യന്റെ വിഷമം മാറാനുള്ള ചില സംസാരങ്ങൾ, ചില ഇടപെടലുകൾ ഒരാൾ നടത്തി കഴിഞ്ഞാൽ, ഏത് രൂപത്തിലുമാവട്ടെ, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണെങ്കിൽ, വസ്സഅല്ലാഹു അലൈഹി ഫീ സാഇരി സനതിഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വർഷം മുഴുവനും അവൻ എന്ത് ചെയ്യും? അവന്റെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹു വിശാലത ചെയ്തു കൊടുക്കും. അവന്റെ ഭക്ഷണത്തിലാവട്ടെ, അവന്റെ മറ്റുള്ള കാര്യങ്ങളിലാവട്ടെ, അവന്റെ പ്രയാസങ്ങളിൽ, അവന്റെ പ്രതിസന്ധികളിൽ അല്ലാഹു വിശാലത ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. രണ്ട് കാര്യങ്ങളെ ഇവിടെ സന്ദേശം നൽകുന്നു മാത്രം. ഒന്ന്, മറ്റൊരുത്തനെ ആക്രമിക്കരുത്. കാരണം ഏത് രൂപത്തിലാണെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ആക്രമിക്കപ്പെട്ടവന്റെ ദുആന് ഇജാബത്തുണ്ട് എന്ന്. രണ്ടാമതൊന്ന്, മറ്റൊരുത്തന്റെ വിഷമങ്ങൾക്ക് പരിഹാരമാവാൻ ചേർത്ത് നിൽപ്പിന്റെ ഒരു വലിയ സൗഹൃദം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മുഹറം മാസത്തിൽ വലിയ പ്രതിഫലം തരുന്നുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് അതിനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ അല്ലാഹു എത്തിക്കട്ടെ. ഒരുപാട് മുഹറം കഴിഞ്ഞു പോയി. ഇതും അതുപോലെ ഒരു മോശമായ, ഒന്നും ചെയ്യാത്ത, ഒന്നും ലഭിക്കാത്ത ഒരു മുഹറമായി പോകരുത്. മറിച്ച് ഇത് നമുക്ക് ഖൽബിയായ ഒരു മുഹറമാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.